നമ്മളിപ്പോഴും ഒരു സമ്മറി കാണാറുണ്ടല്ലോ. ഒരു 3 ക്യാരക്ടേഴ്സിൻ്റെ ഒരു സമ്മറി ഈ മൊത്തം വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3 ക്യാരക്ടേഴ്സിൻ്റെ ഒരു സമ്മറി കാണാം നമുക്ക്. ആണ് ബാലാം, ബാലാക്ക്, ജസബൽ. ബാലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു പ്രോഫറ്റ് അല്ലേ? അതായത് ഐഡൽട്ടറസ് പ്രോഫറ്റ്. ബാലാക്ക് സൂചിപ്പിക്കുന്നത് ഐഡൽട്ടറസ് കിങ്. പിന്നെ ജസബൽ അഡൾട്ടറസ് വുമൺ. ഇതിൻ്റെ തന്നെ ഒരു വേറെ സീക്വൻസ് ഇനി നമ്മൾ കുറച്ച് കഴിയും കാണും. ബീസ്റ്റ് ഫ്രം സീ, ബീസ്റ്റ് ഫ്രം ലാൻഡ്, വിമൻ. ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ അന്തിക്രിസ്തു എന്നുള്ള പദം ഇല്ല. അതിന് പകരമുള്ള വാക്ക് എന്താണ്? മൃഗം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ന് കുറച്ച് നേരത്തെ പറയണമെന്നേ ഉള്ളൂ. ഭൂമിയിൽ നിന്ന് വരുന്നതിനെ കള്ളപ്രവാചകനെന്നും സീയിൽ നിന്ന് വരുന്നതിനെ രാജാവ് എന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ഫിഗറാണ്. ഇത് നമ്മുടെ ഇടയിൽ നിന്ന് വരുന്നതാണ്. മീൻസ് നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയ്ത്ത് ലെവലിൽ വരും. മറ്റേത് അവിശ്വാസിയിൽ നിന്ന് വരുന്നതാണ്. ഇതിനെ രണ്ടിനെയും യോജിപ്പിക്കുന്നതാണ് സേറ്റനിക് റെലം വരുന്നത്. അതാണ് 666 അൺഹോളി ട്രീറ്റി ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ 13th ചാപ്റ്ററിൽ കാണും. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന സഭ എന്ന് പറയുന്നത് സാർദീസ്. ഈ സഭയുടെ പ്രത്യേകത എന്താണ്? അതായത് ഈ ഇസ്രായേലിൻ്റെ ഇതിൽ നോക്കുമ്പോൾ ഇസ്രായേൽ അവസാനിക്കുകയാണ്. പിന്നെ ഒരു ചെറിയൊരു ഗ്രൂപ്പാണ് ബാക്കി ഉണ്ടാവുന്നുള്ളൂ. ഇസ്രായേൽ അവസാനിക്കുകയാണ്. പിന്നെ ജൂതയുടെ കാര്യം പറയും. പിന്നെ ജൂത അവസാനിക്കുകയാണ്. അങ്ങനെയാണ് രക്ഷാകര ചരിത്രം വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇവരെ കുറിച്ച് പറയുന്നത് മൃതമാണെന്നാണ് നമ്മളൊരു പറഞ്ഞത്. എല്ലാ സീക്വൻസിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ പറഞ്ഞത് എന്താണ്? കറപ്റ്റാണെന്നാണ് പറഞ്ഞത്. തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ ലവ്ലെസ്, പെർസിക്യൂട്ടഡ്, കോംപ്രമൈസിങ്, കറപ്റ്റ്. ഇപ്പം ഇവിടെ വന്നപ്പോൾ ഡെഡ് എന്നാണ് പറയുന്നത്. ഈ ഡെഡിന് ഒരു പ്രത്യേകത ഉള്ളത് എല്ലാം ബാഹ്യമായിട്ട് ഈ സഭയിലെല്ലാം നല്ലതാണെന്നുള്ളതാണ് പ്രത്യേകത. നല്ല സ്ഥാപനങ്ങളുണ്ട്, നല്ല കഴിവുള്ള നടത്തിപ്പുകാരുണ്ട്, ഫൈനാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? ഉള്ളിലൊന്നുമില്ല. ആത്മാവ് ഡെഡാണ്. ഇതുപോലെ തന്നെ ഒരു ഡെഡ് അവസ്ഥയാണല്ലോ. ഇതേപോലെ തന്നെ ഒരു ദുരാത്മാവുണ്ട്. ഡെഡ് സ്പിരിറ്റ് ഉണ്ട്. മരണത്തിൻ്റെ ദുരാത്മാവ് എന്ന് പറയും. അപ്പോൾ അത് വ്യക്തികളിൽ ഒന്നും വേണ്ട, എല്ലാം അവസാനിപ്പിക്കാന്നുള്ള ഒരു അരൂപിയാണ്. അത് തോബിത്ത് 3:10. ഇതിനകത്ത് തന്നെ ജീവിക്കുമ്പോൾ കുറേ പേർക്ക് ഉള്ളിൽ ഇത് പുറത്ത് കുറേ സംഭവങ്ങൾ ഉണ്ടെന്നുള്ളൂ. ഒരു ഡെഡ് സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെങ്ങനെ അതിജീവിക്കാൻ പറ്റും? 2 രീതിയിലാണ്. ആത്മീയമായിട്ട് അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ നിന്ന് ഇതെങ്ങനെ പോകും? ഇപ്പോൾ പലരും ഇങ്ങനെ പറയുന്നവരോട് ഏത് വചനമാണ് നമ്മൾ പറഞ്ഞ് അങ്ങനെയാണ്. ഇത് കുറേ സെൽഫ് കേഴ്സിൽ വരുന്നതാണ്. സെൽഫ് ഇമ്പോസ്ഡ് കേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ അത് തലമുറയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരോട് ഏത് വചനം പറയും? സങ്കീർത്തനം 118:17. ഈ ഡെഡ് ചർച്ചിനുള്ള ഒരു അല്ലെങ്കിൽ ഡെഡ് ഇൻഡിവിജ്വലിനുള്ള ഒരു റെസ്പോൺസ് അല്ലേ? അതായത് ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. കാരണം ദീർഘകാലം ആത്മീയമായിട്ട് ജീവിക്കാനാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. ദീർഘം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ പെട്ടെന്ന് മരിച്ചു പോയേക്കാം. പക്ഷെ നമ്മുടെ ആത്മാവ് ദീർഘമായിട്ട് ജീവിക്കേണ്ടതാണ്, അനന്തമായിട്ട് ദീർഘായുസ്സുള്ളതാണ്. അപ്പോൾ അത് ഷോർട്ടൻ ചെയ്യുന്നത് ഇവിടെ സ്പിരിറ്റ് ഓഫ് ഡെത്ത്. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ഡെത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ആത്മീയ രംഗത്തും ജീവതലത്തും വർക്കുന്നുണ്ട്. അതാണ്
1 കൊരിന്ത്യസ് 10:10 വചനമുണ്ട്. 1 കൊരിന്ത്യസ് 10:10 വചനം. അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കുകയുമെന്ന്. സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ ഇത് തന്നെ നമ്മുടെ ആത്മീയ കൃപകൾ നശിപ്പിക്കുന്ന ഒരു തലമുണ്ട്. ഏഷ്യ 28:22. അത് ഡിസേൺമെൻറ്റിനെ കൊല്ലുന്ന ഒരു സംഭവമാണ്. എങ്ങനെയാണ് നമ്മൾ ഡിസേൺമെൻറ്റ് മരിക്കുക എന്ന് ചോദിച്ചാൽ ഇത് ചെയ്താൽ മതി. ഇതിനകത്ത് ഈ ഡെഡായിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് റിവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 ഫോൾഡ് പ്ലാൻസ് ഈശോ പറഞ്ഞു തരുന്നുണ്ട്. ഈ സാർദി സഭയിലുള്ളവരോട് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക്. അതായത് അതിനകത്ത് കുറച്ച് പേര് പെടാത്തവരുണ്ടല്ലോ. അതായത് യു ഹാവ് സ്റ്റിൽ എ ഫ്യൂ നെയിംസ് ഇൻ സാർദീസ്. അത് 4-ാമത്തെ വചനത്തിലാണ് കിടക്കുന്നത്. ഇത് ഇന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. നമ്മൾ ഈ ഡെഡാന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് പട്ടം കിട്ടിയ കുറേ അച്ഛന്മാർ, എനിക്ക് സിസ്റ്റേഴ്സിന് അത്ര പരിചയമില്ല കേട്ടോ, അച്ഛന്മാർ എന്തൊരു വിശുദ്ധിയിൽ ജീവിക്കുന്നതാണ്. ശരിക്കും അവരെ കാണുമ്പോൾ പുതിയാവാന്ന് പറയില്ലേ, ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിരുന്നു നമ്മൾ കണക്റ്റഡ് ആവും. അപ്പോൾ എനിക്ക് ശരിക്കും അവരെ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇവരുടെ പ്രായത്തിൽ നമുക്ക് ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് എവിടെ വരെ എത്താതെ ഇരുന്നത്. ഇത് എന്ത് വിശുദ്ധിയാണെന്ന് അറിയണം. വിശുദ്ധ നമ്മൾ ഒരു വിധത്തിലും ഒരു മാലിന്യം വേശാത്ത, അത് ഇത് വെറുതെ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, അവരുടെ വെരി വേ ഓഫ് ടോക്കിങ് തന്നെ. അതായത് വളരെയധികം എന്താ പറയുക ഹൈലി സോഫ്റ്റ് സ്പോക്കൺ. ഇത് കാണുമ്പോഴാണ് ഒന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ള പ്രത്യാശയാണ്. അതായത് പ്രത്യാശ ഇത് കൂടുതലാണ്. അതാണ് നമ്മൾ റോമ 5:20 പണ്ട് പറഞ്ഞില്ലേ, പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ വരും. പക്ഷേ ഇത് നമ്മൾ അറിയില്ല. അപ്പോൾ ഇങ്ങനെ കുറേ പേരെ ദൈവം ഒരിക്കലും അതിൻ്റെ പദ്ധതി, കാരണം ദൈവത്തിൻ്റെ പദ്ധതി പരാജയപ്പെടില്ല. പക്ഷെ നമ്മൾ ചിലവർ സ്വീകരിച്ചില്ല എന്നുള്ളതിൽ കുറേ എണ്ണം കാണും. പക്ഷെ ഇങ്ങനെ കുറേ പേരുണ്ട്, നല്ല പിള്ളേർ, യൂത്ത് ഉണ്ട്, ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്, പിന്നെ വളരെ പാവപ്പെട്ട മനുഷ്യരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അതായത് ഒന്നും അറിയില്ല അവർക്ക്, വന്ന് മരിച്ചാലും കുഴപ്പമില്ല, അടി കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഇന്നുണ്ട്. അതാണ്. അപ്പോൾ നമുക്ക് 36:9 ഇതിൻ്റെ ഈ പറഞ്ഞ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ കുറച്ച് വചനങ്ങളാണ്. ആ തലമുറയിലെ കരയറ്റ മനുഷ്യൻ എല്ലാ തലമുറയിലും ദേ ഷാൽ വാക്ക് വിത്ത് മീ, നടക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാ തലമുറയിലും ഉണ്ട്. അന്ന് നമ്മൾ കാണുന്നത് വേറെ വരും. ഉൽപ്പത്തി 18:25. ഉൽപ്പത്തി 19:22. ജോഷുവ 6:17. പക്ഷെ മെജോറിറ്റി ഈ സാർദീസിലുള്ള ഡേർട്ടി ക്ലോത്താണ്. പക്ഷേ അതിൻ്റെ ഒരു ക്ലെൻസിങ്ങിനെ കുറിച്ചാണ് സക്രിയ 3:3-5 വരെയുള്ള വചനത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ദേ ഷാൽ വാക്ക് വിത്ത് മീ എന്ന് പറഞ്ഞൊരു അതിനകത്ത് തന്നെ ഒരു വാക്കില്ലേ, അവനോടൊപ്പം നടന്നു എന്നുള്ളത്. അപ്പോൾ ഇതിന് 2 ആംഗിളുണ്ട്. ഈ നടക്കുന്നതിന് 2 ആംഗിളുണ്ട്. അതായത് ഒന്ന് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്, ആത്മാവിനാൽ
ഗൈഡ് ചെയ്തിട്ടുള്ളതും പിന്നെ അവസാനം ഉണ്ടാകുന്ന ഒരു ഫെലോഷിപ്പിനെ കുറിച്ചാണ്. ഗലാത്യ 6:8. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. ദൈവത്തെ കബളിപ്പിക്കാനാണ് മനുഷ്യൻ വിധിക്കുന്നത് തന്നെ ചെയ്യും. എന്നാൽ സ്വന്തം ജഡത്തിനായി വിധിക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിധിക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. സ്പിരിറ്റിൻ്റെ വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ദേ ഷാൽ വാക്ക് വിത്ത് മീ. 1 ജനസിസ് 5:22. മെഥുശലഹിന്റെ ജനനത്തിന് ശേഷം ഹെനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും. ജോബ് 23:14. ജോബ് 23:14. എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റി. അങ്ങനെ പലതും അവിടുത്തെ മനസ്സിലുണ്ട്. അതിനാൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ നിറവുള്ളൂ. അവിടുത്തെ സാന്നിധ്യത്തിൽ അവിടുത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. സങ്കീർത്തനം 37:5. നിന്റെ ജീവിതം കർത്താവിനെ പരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നമുക്ക് സങ്കീർത്തനം 40:2. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു. ഇതാണ് ഈ സ്പിരിറ്റ് ഗൈഡ് ചെയ്തിട്ട് പോകുന്ന കാര്യം. സങ്കീർത്തനം 66:9. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു. നമ്മുടെ കാലിലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 119, 133. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്റെ പാദങ്ങൾ പതറാതെ കാക്കണമേ. പ്രോവർബ്സ് 3:6. സുഭാഷിതം 3:6. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു. സുഭാഷിതം 16:9. കർത്താവാണ് ഗൈഡ് ചെയ്യുന്നത്. പ്രോവർബ്സ് 19:21. മനുഷ്യൻ പലതും ആലോചിച്ച് വെക്കുന്നു. നടപ്പിൽ വരുന്നത് കർത്താവിന്റെ തീരുമാനമാണ്. സുഭാഷിതം 20:24. ഏഷ്യ 2:3. അനേകം ജനതകൾ പറയും, വരുവിൻ നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക് പോകാം. യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം ആ പാതകളിൽ ചരിക്കും. ആണ് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്. ഏഷ്യ 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ വഴിന്റെ കാതുകൾ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി. ഏഷ്യ 48:17. നിന്റെ വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ജെറമ്യ 6:16. കർത്താവ് അരുളി ചെയ്യുന്നു, വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക. പഴയ പാതകൾ അന്വേഷിക്കുക. നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക. ജെറമ്യ 10:23. മനുഷ്യന്റെ മാർഗങ്ങൾ അവന്റെ നിയന്ത്രണത്തിലല്ലെന്നും നടക്കുന്നവന് തന്റെ ചുവടുകൾ സ്വാധീനമെന്നും എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്പിരിറ്റ് ഗൈഡായിട്ടുള്ള ഒരു ലൈഫിനെ കുറിച്ചുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇനിയുള്ളത് ഫെലോഷിപ്പിൻ്റെ കാര്യങ്ങൾ. അതായത് അത് ആദ്യം ഉണ്ടായിരുന്നതിന് വീണ്ടും റിസ്റ്റോർ ചെയ്യുന്നതാണ്. അതായത് ഉൽപ്പത്തി 3:8 എന്താണ് പറയുന്നത്? അപ്പം അങ്ങനെ നടന്നിരുന്നതാണ്. എന്നിട്ട് വെളിപാട് 21:3 വായിച്ച് അപ്പം ആ ഫെലോഷിപ്പിലേക്ക് വരികയാണ് തിരിച്ചും ചെയ്യുന്നത്. വെളിപാട് 22:3-4. ഇനിമേൽ ശപിക്കപ്പെട്ടതായ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. ഈ വാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ 2 തലത്തിൽ കണ്ടു. ഇതിനകത്ത് വേറെ ഒരു കാര്യമുള്ളത് എന്താണ് ഇങ്ങനെ കൂടെ നടക്കുന്ന രീതി. കാരണം ട്രിനിറ്റി ഒരു ഫാമിലിയാണ്. ഒരു ഫാദർലി പ്ലാനാണ് അക്കമ്പനി ചെയ്യാന്നുള്ളത്. ദൈവം അതിനുവേണ്ടി കുറേ പണിയെടുത്തിട്ടുണ്ട് മനുഷ്യൻ്റെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഓരോ സമയത്തും ഉടമ്പടിയിൽ ഏർപ്പെട്ടത്. നമ്മൾ ഇന്നലെയും ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു. ഇനി ആ ഉടമ്പടിയുടെ ഒരു സീക്വൻസ് ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞില്ലേ ഇസ്രായേൽസ് എസ്പൗസൽ എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങിയത്. തുടങ്ങിയില്ലേ? അത് തുടങ്ങിയത് ഒരു മാരേജിലാണ് തുടങ്ങുന്നത് അല്ലേ? ആഡം ആൻഡ് ഈവൻ്റെ മാരേജ്. അത് കവനൻ്റ് ആണല്ലോ. ആ ഫാമിലി
എവിടെ? സ്വർഗത്തിലുള്ള ഫാമിലിയുടെ വേറെ ഫാമിലിയാണ് ഒരു ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഫാമിലി ഉണ്ടാകണം. അതായത് ദൈവത്തിൻ്റെ കാരുണ്യത്തിലും സൗന്ദര്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത്. ദൈവത്തിന് സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ. പക്ഷെ ആ കാരുണ്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടാണ് ദൈവം ആദ്യത്തെ ഉടമ്പടി മാരേജിലാണ് തുടങ്ങിയത്, ആഡം ആൻഡ് ഈവിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത ഈ ഉടമ്പടി ഇങ്ങനെ ഗ്രോത്താണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത ഉടമ്പടി നടത്തുന്ന ആരായിട്ടാണ്? നോഹയായിട്ടാണ് നടത്തുന്നത്. അപ്പം അവിടെ വരുന്നത് എന്താണ്? ഹൗസ് ഹോൾഡാണ്. ഒരു വലിയൊരു കുടുംബം. ഇത് ചെറിയ കുടുംബമല്ല, അത് കൂട്ടുകുടുംബം എന്നോ അല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു. അപ്പോഴും ദൈവം മനസ്സിലുള്ളത് എന്നിട്ടാ ഫാമിലിയാണ് അവിടെ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയും നമ്മുടെ സന്യാസ ഭവനം ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാവട്ടെ, സഭയിൽ കുടുംബാന്തരീക്ഷം ഉണ്ടാവട്ടെ. ഈ ചിന്ത ആരിൽ നിന്നാണ് വരുന്നത്? പിതാവായ ദൈവത്തിൽ നിന്നാണ്. കുടുംബത്തെ ഇല്ലാതാക്കുന്ന ചിന്തയും കാര്യങ്ങളും ആരിൽ നിന്നാണ് വരുന്നത്? അത് യോഹന്നാൻ 10:12 വരുന്നത്. ഭിന്നത ഉണ്ടാക്കുന്നത്, വിഭാഗീയത ഉണ്ടാക്കുന്നത്, അത് ജഡത്തിന്റെ പണിയാണ്. അത് ഗലാത്യ 5:18-19 കാണുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ തിരിച്ചറിയാടാ. അതായത് നമ്മൾ ആയിരിക്കുന്ന ഇനി ഇതിനൊക്കെ കുറേ ന്യൂആൻസസ് ഉണ്ട്. ഇത് നമ്മൾ പറയുന്ന മുഴുവൻ പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മളായിട്ട് എവിടെയെങ്കിലും കലഹം ഉണ്ടാക്കിയിട്ട് കുടുംബാന്തരീക്ഷം തകർത്തിട്ടുണ്ട്. ശരിക്കും അനുദിപ്പിക്കണം. ഞാൻ കാരണം എൻ്റെ കുടുംബമോ എൻ്റെ സമൂഹമോ എൻ്റെ സഭയോ എൻ്റെ അടുത്ത ഉടമ്പടി അബ്രാഹമായിട്ടാണ് നടത്തിയത്. അപ്പം അതെന്തായി? ഒരു ട്രൈബ് മുഴുവൻ ഫാമിലി ആയിട്ടാണ് വരുന്നത്, അല്ലേ? അത് കൊണ്ടുപോയി തകർത്തത് ആരാ? വേറൊരുത്തനാണ്. നോർത്തേൺ കിങ്ഡം സദേൺ കിങ്ഡമായിട്ട് തിരിച്ചില്ലേ? സോളമന് ശേഷം ഉണ്ടായ ആളുടെ മോൻ ഒരുത്തൻ വന്നിട്ട് അവൻ്റെ പേരുന്ന റഹബാം. അത് രണ്ടായിട്ടാണ് തിരിച്ചു കൊടുത്തപ്പോൾ അവന് സമാധാനമായി. പക്ഷെ ഇത് ദൈവ പദ്ധതിയിലുള്ളതല്ല. ഇതാണ് ദൈവം ഒരെണ്ണം പ്ലാൻ ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അതിനെ മുഴുവൻ തട്ടികൾ. പക്ഷെ ദൈവം വിടുന്നില്ല. അതാണ് കാരണം ഇത് ട്രിനിറ്റിയാണ്. ഫാമിലി സ്പിരിറ്റ് എന്ന് പറയുന്നത് ട്രിനിറ്റി സ്പിരിറ്റാണ്. അതില്ലാത്ത ഒരു ഏത് പ്രീറ്റർനാച്ചുറൽ കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അതിൽ നിന്നല്ല വരിക. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ പ്രീറ്റർനാച്ചുറൽ, സൂപ്പർ നാച്ചുറൽ എന്ന് പറയില്ലേ. അപ്പം ഇത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇതിൻ്റെ ഒരു ഹ്യൂമൻ എക്സ്പ്രഷനാണ് ഫാമിലി. ഇനി ട്രൈബ് കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്ന മോസസാണ്. മോസസ് ആയപ്പോൾ അതും കൂടെ ഒന്നും കൂടി അത് വലുതായി. അതേതായി? നേഷനായി. അതായത് ഇവരൊരു രാജ്യമായിട്ടാണ് നീങ്ങുന്നത്. ഏത്? അപ്പം ഈ രാജ്യത്തെ മുഴുവൻ ഇങ്ങനെ ഒരു എത്ര ലക്ഷം ആൾക്കാരല്ലേ, അതിനെ മുഴുവൻ അവരെ തെറിയും കേട്ട് പിറുപിറുപ്പിലും കേട്ട് വെറുതെ നമ്മളെ എത്ര സമയം ഇതുപോലെ പിറുപിറുത്ത് സമയം കളഞ്ഞിട്ടുണ്ടെന്ന് ആലോചിച്ചത്. ഇത് നമ്മളൊക്കെ ഈ ഫാമിലി സ്പിരിറ്റ് കളയുന്നതിൽ ഏറ്റവും വലിയൊരു പങ്കാണ് പിറുപിറുത്ത് സമയങ്ങൾ, മർമർ ചെയ്ത സമയങ്ങൾ, പ്രകാശത്തിന് വിരുദ്ധമായി മാറുക. നമ്മുടെ ലോകത്തിന്റെ പ്രകാശമാകാൻ പിറുപിറുക്കരുതെന്നൊരു വചനമില്ലേ? അത് ആ വചനം വായിക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ തുടർച്ചൊരു വായിക്കാം. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്, മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല. എന്നിട്ട് ഫിലിപ്പിയർ 2:14-15 വായിക്കാം. ഇതിനോട് ചേർത്ത് വായിക്കാം. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുക. അഗ്രഹികൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വെച്ചതും വക്രതയുള്ളതുമായ തലമുറകളുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കട്ടെ. അതായത് ഇതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനാണ്. ഏത്? നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറയുന്നതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനാണ് ഫിലിപ്പിയർ 2:14-15. നമ്മളിങ്ങനെ പിറുപിറുക്കുന്നത് വഴിയായിട്ട് ഒരാള് ഫാമിലിയിൽ പിറുപിറുത്താൽ മതി, അവിടെ ഫാമിലി സ്പിരിറ്റ് പോവും. അതോടുകൂടി പോയി. മർമറിങ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ, കാരണം ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളിങ്ങനെ പല സ്പിരിറ്റുകളുടെ സ്വാധീനത്തിലാണ്, മർമറിങ് സ്പിരിറ്റിലാണ് നമ്മളിത് തകർക്കുന്നുണ്ട്. നമ്മൾ തന്നെ അറിയുന്നില്ല. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനാണ് വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നു പറഞ്ഞത്. വീണ്ടും വായിക്കുമ്പോഴാണ് ദൈവമേ, ഞാൻ മറുത്ത് ജഡത്തിലാണല്ലോ വിതച്ചത്,
ആത്മാവിൽ വിതയ്ക്കേണ്ടത് ഒന്നും മിണ്ടാതിരുന്നാവുക തീരുന്നല്ലോ. മിണ്ടാതിരുന്നാൽ മതിയെന്ന്. ആ സമയത്ത് ഒരാളോടല്ല 4 ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആളോട് പറയുമ്പോഴാണ് കുറേ കൂടി ഒരു ചാരിതാർത്ഥ്യം തോന്നുന്നത്. ഇതാണെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇൻ്റർനാഷണലാക്കാം. അങ്ങനെയാണ് നമ്മൾ ലോകത്തിൻ്റെ അന്ധകാരമായി മാറുന്നത്. അത് നിങ്ങൾ ലോകത്തിൻ്റെ അന്ധകാരമാണെന്ന് പിശാചിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാവണം. നിങ്ങൾ ലോകത്തിൻ്റെ അന്ധകാരമാണ്. അപ്പോൾ ഇനി നമ്മൾ എവിടെ നിന്നാണ് അടുത്ത ട്രൈബിലേക്ക് പോകുന്നത്? നേഷൻ. ആ മോസസിൽ നിന്ന് ഡേവിഡിൻ്റെ സമയമായി. അപ്പോൾ അതെന്തായി? ഇൻ്റർനാഷണൽ കിങ്ഡമായി, കവനൻറ്റ്. അത് കഴിഞ്ഞ് ജീസസ് ക്രൈസ്റ്റിൽ വന്നു. ജീസസ് ക്രൈസ്റ്റിൽ വന്നത് എന്താണ്? യൂണിവേഴ്സൽ ചർച്ച് ഓഫ് ദ ന്യൂ കവനൻറ്റ്. ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പണി? ലാൻഡിൽ നിന്ന് വരുന്നൊരു ബീസ്റ്റിന് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? അത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ ഇതാണ് ഡിവൈൻ കവനൻസ്. അപ്പോൾ ഈ ഡിവൈൻ കവനൻസ് അനുസരിച്ചാണ് ദൈവം ഇങ്ങനെ ഒരുക്കുന്നത്, ഒരു സമൂഹത്തെ ഒരുക്കുന്നത്. അപ്പോൾ ഈ പ്രകാശത്തിൽ വാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കവനൻസാണ്. ഇനി നമുക്ക് ഈ സഭയിൽ തന്നെ പറയുന്ന 5 ഫോൾഡ് പ്ലാൻസ് ഉണ്ട്. ഈ സാർദീസിലെ സഭയിൽ പറയുന്ന 3:2. നിന്റെ ആസന്നവർണ്ണമായി വിശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായി കാണുന്നില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദമിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ ഒഴുകും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുക എന്ന് നീ അറിയുകയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ 5 വാക്കുകൾ എഴുതിയിട്ട് ഈ സഭയുടെ കാര്യം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 1, വേക്കപ്പ്. 2, സ്ട്രെങ്തൻഡ് വാട്ട് റിമെയിൻഡ്. 3, റിമെമ്പർ വാട്ട് യു റിസീവ്ഡ്. 4, ഒബേ വേർഡ്. 5, റിപ്പൻറ്റ്. ആത്മാവിൽ നമ്മൾ മൃത അവസ്ഥയിലേക്ക്, അതായത് ആത്മാവ് മരണത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വേറെ ആരെയും നമുക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ വേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മുടെ കാര്യത്തിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ സാധിക്കും. സ്ട്രെങ്തൻഡ് വാട്ട് റിമെയിൻ. കാരണം എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ നമുക്ക് കിട്ടിയത് തന്നെ നമുക്ക് ഉജ്ജ്വലിപ്പിക്കാനുള്ള പ്രൊവിഷൻസ് സഭയിലുണ്ട്. പിന്നെ വചനം അനുസരിക്കുക, റിപ്പൻറ്റ് ചെയ്യുക. നമ്മൾ ഈ സഭയുടെ കാര്യം ഇവിടെ തീരുമാനമാക്കാം. ഇനി അടുത്ത സഭ ഫിലഡൽഫിയ. അതാണ് ഫെയ്ത്ത്ഫുൾ ചർച്ച്. അപ്പോൾ അത് നമുക്കൊന്ന് വായിക്കാം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ, പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചതുമില്ല. ഇതാ യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടത്തുകയും ചെയ്യുന്ന സാത്താന്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ, അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടിപ്പിക്കും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും. സകല ഭൂവാസികളെ പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം നീ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. വിജയം വരിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അവന്റെ മേൽ എന്റെ ദൈവത്തിന്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവനഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ എഴുതും. ആത്മാവ് സഭകളോട് അരണിച്ചു എന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടാണ് യൂദായും യെരുസലേം അവസാനിക്കുന്നു, ഒരു ചെറിയ ഗ്രൂപ്പ് ബാക്കിയുണ്ടാവുന്നു. അപ്പോൾ ഈ ചെറിയ ഗ്രൂപ്പ് ഇത് വീക്കായിട്ടുള്ള ദുർബലമായിട്ടുള്ളത് വന്ന് റീബിൽഡ് ചെയ്യാണ് ടെമ്പിളിനെ. അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് കൺസ്ട്രക്ഷൻ വേർഡ്സ് കുറച്ച് കാണുന്നത്. അതിലേ വായിച്ചില്ലേ?
അതായത് 7-ാം വചനത്തിൽ കീ കാണുന്നുണ്ട്, താക്കോല് കാണുന്നുണ്ട്. പിന്നെ 8-ാം വചനത്തിൽ ഡോറ് കാണുന്നുണ്ട്. പിന്നെ 12-ാം വചനത്തിൽ കോളം കാണുന്നുണ്ട്. അതായത് ഈ റീബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് വിശ്വസ്തരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റും. ദൈവം നമ്മൾ അനുദപിച്ച് വിശ്വസ്തരാകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ റിസ്റ്റോർ ചെയ്യും. നമ്മൾ ഇന്നലെ പറഞ്ഞു റിസ്റ്റോറിങ് ടൈമുണ്ട്. നമുക്ക് റിസ്റ്റോർ ചെയ്യാൻ അത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. അത് ദൈവത്തിൻ്റെ സ്വപ്നമാണ് റീബിൽഡ് ചെയ്യാന്നുള്ളത്. അല്ലാണ്ട് ഓക്കെ പോയതാണ് അത് ദൈവത്തിൻ്റെ സമയം കളയുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ കളയുന്നുണ്ടോ എന്ന് നോക്കണം. അത് ദൈവം അനുവദിച്ചതാണ്. പക്ഷെ ഈ ഒരു പ്രോസസ്സിൽ അപ്പോൾ നമുക്കിങ്ങനെ ദൈവം തരും, ഇങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യും നമ്മളെ. ആ കൺസ്ട്രക്ഷനിൽ ദൈവം നമുക്ക് താക്കോല് തരും, വാതിലുകൾ തുറന്നു തരും, വചനത്തിൻ്റെ വാതിൽ തുറന്നു വരും, വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു വരും. ഇതൊക്കെ വചനത്തിലുള്ളതാണ്. കൊളോസ്സസ് 4:3 വായി. അത് നമ്മളിൽ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവുന്ന എന്താണ്? വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കും. വചനത്തിൻ്റെ വാതിൽ തുറന്ന് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആക്ട്സ് 14:27. അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി മകൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും ജാതിയർക്ക് വിശ്വാസത്തിന്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നു കൊടുത്തുവെന്നും വിജാതിയർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു. ഇനി വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സഭയുടെ നെടുന്തൂണായി മാറും. ഒഴിച്ചുകൂടാൻ പാടാത്ത വിശുദ്ധരായിട്ട് മാറും. പിന്നെ അത് നഗരമായി മാറും. അത് പുതിയ ജെറുസലമായി മാറും. ഇതാണ് വിശ്വസ്തർക്ക് പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. അതുകൊണ്ടാണ് ഫിലഡൽഫിയ സഭയെ വിശ്വസ്ത സഭ എന്ന് പറയുന്നത്. അവിടെ തന്നെ ഒരു യേശുവിൻ്റെ 7 ആട്രിബ്യൂട്ട്സ് അവിടെ പറയുന്നുണ്ട്. ഈ പറഞ്ഞതിലാണ് 7 ആട്രിബ്യൂട്ട്സ്. ഒന്നാമത്തത് ഹീ ദാറ്റ് ഈസ് ഹോളി. 7 ആട്രിബ്യൂട്ട്സ് ആണ്. ഹോസിയ 11:9. ഞാൻ എന്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല, എഫ്രൈമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല. ഹബക്കൂക്ക് 3:3. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധം ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ആക്ട്സ് 3:14. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു, പകരം ഒരു കൊലപാതകയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു. ഇനി രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ഇവിടെ ഉള്ളത് ഹീ ദാറ്റ് ഈസ് ട്രൂ. 1 തെസ്സലോനിക്ക 1:9. ജെറമിയ 10:10. എന്നാൽ കർത്താവാണ് സത്യദൈവം. അതെ. 2 ദിനവൃത്താന്തം 15:3. സത്യദൈവമോ പഠിപ്പിക്കാൻ പുരോഗുന്ന നിയമോ ഇല്ലാതെ ഇസ്രായേൽ ദീർഘകാലം കഴിച്ചു. 1 യോഹന്നാൻ 5:20. വെളിപാട് 19:11. സത്യവാൻ. അപ്പോൾ ഹീ ദാറ്റ് ഈസ് ട്രൂ, ഹീ ദാറ്റ് ഹാസ് ദ കീ ഓഫ് ഡേവിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഏശയ്യ 22:22, വെളിപാട് 3:7, മത്തായി 16:19. ഇത് ആരാണ് എന്ന് പറഞ്ഞാണ് ഈ ആട്രിബ്യൂട്ട്സ്. ഹീ ദാറ്റ് ഈസ് ഹോളി, ഹീ ദാറ്റ് ഈസ് ട്രൂ, ഹീ ദാറ്റ് ഹാസ് ദ കീ ഓഫ് ഡേവിഡ്. ഇനി അടുത്തത് എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യാത്തത്? അതാണ് 7 ടൈറ്റിൽസ് ആണല്ലോ. ഹീ ദാറ്റ് ഓപ്പൺസ് ആൻഡ് നോ വൺ ഷട്ട്സ്. നേരെ ഓപ്പോസിറ്റാണ്. തുറക്കുന്നവനും അടയ്ക്കാൻ പറ്റാതെ, പിന്നെ അടച്ചതും തുറക്കാൻ പറ്റാം. അങ്ങനെ 7 കാര്യങ്ങളാണ്. ഈ 7 കാര്യങ്ങളും വിശ്വസ്തർക്കുള്ളതാണ്. നമ്മൾ വചനത്തിൽ വിശ്വസ്തരായിരുന്നു കഴിഞ്ഞാൽ എന്തായി മാറും? നമ്മൾ വിശുദ്ധി വരും, സത്യസന്ധത വരും, താക്കോല് കിട്ടും. പിന്നെന്ത് കിട്ടും? നമ്മൾ തുറന്നാൽ ആർക്കും അടയ്ക്കാനും പറ്റില്ല, നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ആർക്കും തുറക്കാനും പറ്റില്ല. അങ്ങനൊരു കാര്യമുണ്ട്.
അതായത് ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള, കാരണം ഈ പറയുന്നവരെ ഒരു വലയം എന്താണ്? അജയമായ പരിചയ വിശുദ്ധിയാണ്. ജ്ഞാനം 5:19. വിശുദ്ധി അജയ്യമായ വ്യക്തിയാണ്. അപ്പോൾ അതാണ് നമുക്ക് ഫിലഡൽഫിയ സഭയിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതിലെ അവസാനത്തെ വായിച്ചോ, മുഴുവൻ വായിച്ചു. സഭയുടെ ദൂതൻ എഴുതുക. സത്യവാനുമായ സാക്ഷിയും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളിച്ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ സന്തോഷത്തിനാകിയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് വിട്ടുകളയും. എന്നാൽ ഞാൻ ധനവാനാണ്, എന്റെ സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം വാങ്ങുക. നിന്റെ നഗ്നത കണ്ട് മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ വിശുദ്ധ വസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ചനവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീഷ്ണതയുള്ളവനാകുക, അനുഭവിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച എന്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നത്. ആത്മാവ് സഭകളോട് അരുളിച്ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവനും കേൾക്കട്ടെ. ഇത് ലാസ്റ്റാണ്. അതായത് ഇസ്രായേൽ മിശിഹായെ റിജക്റ്റ് ചെയ്യാണ്. സൺ ഓഫ് മാൻ വരുന്നു. അതായത് സാൽവേഷൻ ഹിസ്റ്ററിയിൽ മിശിഹായുടെ വരവാണ്. അതുപോലെ ഓൾഡ് കവനൻ്റ് ഏകദേശം അവിടെ അവർ വന്നതിനും കൂടി സ്വീകരിക്കാണ്ട് ഇതാണ് അവരുടെ, നമ്മളല്ലേ ഓൾറെഡി സംഭവിക്കും. അതായത് ജെറുസലത്തിൻ്റെ അവസാനം വരുന്നതാണ്. ആ സമയത്ത് ലോകാവസാനം എന്നൊക്കെ പറയുന്നത് ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് നോക്കാൻ ഇതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ ഒരു വൊമിറ്റ് ചെയ്യണ കാര്യം പറയുന്നു. 16 ചൂടോ തണുപ്പോ ഇല്ലാതെ സന്തോഷത്തിനാകിയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് വിട്ടുകളയും. ഇതിനെയാണ് ഛർദ്ദിച്ച് കളയുന്നത്. ഈ ഒരു വൊമിറ്റിങ്, അതായത് അതിൻ്റെ മാക്സ്, ഇത് എക്സ്ട്രീംസ് ആണ് പറയുന്നത്. ഇത് വൊമിറ്റ് ചെയ്ത് കളയുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സഭയ്ക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പുറത്ത് പ്രോമിസ് കൊടുക്കുന്ന ഏതാണ്? ഡൈനിങ്ങിൻ്റെയാണ്. നേരെ ഓപ്പോസിറ്റ്. വൊമിറ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രീം, പ്രോമിസ് എടുക്കുന്നത് ഡൈനിങ്ങിൻ്റെ. ഡൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിമസിയാണ്, ഒന്നിച്ച് ഭക്ഷിക്കുന്നത് പറഞ്ഞു. രണ്ട് എൻഡിലാണ്. അതായത് അപ്പോൾ ദൈവം എത്ര ലോ ലെവലിലെത്തിയാലും, ഞാനീ പറഞ്ഞ ലോ ലെവൽ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ് വരെ ആട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സ്പിരിറ്റ് ഓഫ് ആൻറ്റി ക്രൈസ്റ്റ് അല്ല. ഇവിടെയാണ് നമ്മൾ പറഞ്ഞില്ലേ ബ്ലൈൻഡിൻ്റെ കാര്യമൊക്കെ വരുന്നുണ്ട്. അതായത് ഡാർക്ക്നെസ് അടിക്കുന്നത്. നമ്മൾ ഡാർക്ക്നെസ് അടിച്ചാൽ തന്നെ ഇനി നമ്മൾ ശരിക്കും ഒന്ന് നമ്മളെ വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പല ഭാഗങ്ങളിലും, ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും ഡാർക്ക്നെസ് ഉണ്ട്. അത് പ്രകാശം പ്രകാശത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇന്ന ഏരിയയിൽ നമ്മൾ പറയില്ലേ ഇന്ന സ്ഥലത്ത് സുവിശേഷം എത്തിയിട്ടില്ല എന്ന് പറയാറില്ലേ. അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ചില സ്ഥലത്തൊന്നും സുവിശേഷം എത്തിയിട്ടില്ല. ചിലതൊന്നും ആരും വിട്ടുകൊടുത്തിട്ടില്ല. ഇത്ര പ്രായമായിട്ടും ഇത്ര അറിഞ്ഞിട്ടും നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. അതിന് ആ ഏരിയയിലാണ് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്? സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ആ കോ എക്സിസ്റ്റൻസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കുറേ ഭാഗങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകാശത്തിലാണ്, പക്ഷെ കുറച്ച് ഭാഗം ഇപ്പോഴും അത് അവരെ ഇത് ചെയ്യും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് ഈ ഒരു വൊമിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റാണ്. നമ്മളെപ്പോഴും ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് കഴിഞ്ഞാൽ ലേവിയർ 18-24 മുതൽ 28 വരെ വായിക്കാം. ദിവ്യയിലൊന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത്. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് അകറ്റി
പറയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കി. ആ ദേശവും അശുദ്ധമായിരിക്കുന്നു. അതിന്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും. അത് അതിലെ നിവാസികളെ പുറന്തള്ളുകയും ചെയ്യും. നിങ്ങളും നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരും എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ഇത്തരം ക്ലേശമായ പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുകയും വേണം. നിങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ വസിച്ചിരുന്നവർ ഈ വിധം മ്ലേച്ഛതകൾ കൊണ്ട് നാട് മലിനമാക്കി. ആകയാൽ ഈ ദേശം നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും. അപ്പൊ അതിനകത്ത് ജഡ്ജ്മെന്റ് ആണ് അവിടെ പറയുന്നത്. ലൂക്ക 21:24. അവർ വാളിന്റെ വായ്ത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. ജാതിയുടെ നാളുകൾ പൂർത്തിയാകുന്നവരെ അവർ ജെറുസലേമിനെ ചവിട്ടി പിടിക്കും. അതായത് ഇത് വളരെ ചിലപ്പോൾ ഇതിലേക്ക് വന്നാൽ ഡാർക്ക്നെസ്സിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടുമെന്ന് പറയുന്നില്ല കേട്ടോ. അതുമാതിരി ആരെങ്കിലും പ്രാർത്ഥിച്ചാലും പിടിച്ചാലുമാണ് ശരിക്കും ഡാർക്ക്നെസ്സിൽ വന്നവരെ തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. ജെറമിയ 15:1-4 വരെയുള്ളത്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മോശയും സാമുവേലും എന്റെ മുൻപിൽ നിന്ന് യാചിച്ചാൽ പോലും. മോശയും അതുകൊണ്ട് ടോപ്പ് ആൾക്കാരാണ്. അവരാണ് ഏറ്റവും കൂടുതൽ യാചിക്കുന്ന ആൾക്കാർ, വില പേശുന്ന ആൾക്കാരാണ്. അവർ പോലും മോശയും സാമുവേലും എന്റെ മുൻപിൽ നിന്ന് യാചിച്ചാൽ പോലും ഈ ജനത്തിന്റെ നേർക്ക് ഞാൻ കരുണ കാണിക്കുകയില്ല. എന്റെ മുൻപിൽ നിന്ന് അവരെ പറഞ്ഞയക്കുക, അവർ പോകട്ടെ. എങ്ങോട്ടാണ് പോവുക എന്ന് അവർ ചോദിച്ചാൽ നീ അവരോട് പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, മഹാമാരിക്കുള്ളവർ മഹാമാരിയിലേക്ക്, വാളിനുള്ളവർ വാൾത്തലയിലേക്ക്, പട്ടിണിക്കുള്ളവർ പട്ടിണിയിലേക്ക്, അടിമത്തത്തിനുള്ളവർ അടിമത്തത്തിലേക്ക്. അതായത് ഓക്കെ, ഇത് ഡാർക്ക്നെസ്സിൽ നിന്ന് ഫ്രീ ആയില്ലെങ്കിൽ അത് അവർ സ്ലിപ്പ് ചെയ്യാൻ പോകുന്നത് എവിടേക്കാണ്? ആൻറ്റി ക്രൈസ്റ്റിലേക്കാണ് സ്ലിപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനി സക്രിയ 11:9. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയനായിരിക്കുകയില്ല. കണ്ട, ഞാൻ നിങ്ങളുടെ ഇടയനായിരിക്കുകയില്ല. മരിക്കാനുള്ളത് മരിക്കട്ടെ, നശിക്കാനുള്ളത് നശിക്കട്ടെ, ശേഷിക്കുന്നവർ പരസ്പരം വിഴുങ്ങട്ടെ. ഇത് ഇത്രയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറയണേ, അല്ലാതെ. പക്ഷെ ഇത് കേട്ടാലും അത് ഭയങ്കര ഡിറ്റർമിൻഡ് മൈൻഡ് ഉണ്ട്. അതായത് നമുക്ക് അടുത്ത വചനത്തിലേക്ക് പോവാം. 17. For you say, I am rich, I have prospered, I need nothing. ഇതാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്നിട്ട് റച്ചഡ്, പിറ്റിയബിൾ, പൂവർ, ബ്ലൈൻഡ്, നേക്കഡ്. ഇവർ സ്വയം പറയുന്നത് എന്താണ്? റിച്ചാണ്, സമ്പത്തുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സഭയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര വെൽത്തിയാണ്, ഹൈലി വെൽത്തി. അതായത് ദൈവം എല്ലാം വാങ്ങിക്കാൻ കഴിവുള്ളവരെന്ന് പറയുന്ന ചിലരുണ്ട്. അതുകൊണ്ടാണ് ബാക്കി എല്ലാ സഭയുടെയും അകത്ത് വന്നാണ് കർത്താവ് സംസാരിച്ചെങ്കിൽ ഇവരുടെ അവിടെ പുറത്ത് നിന്ന് കൊട്ടിയുള്ളൂ. ഈ സഭയിൽ മാത്രമാണ് പുറത്ത് നിന്ന് കൊട്ടിയത്, അകത്ത് കയറാൻ പറ്റില്ല. കാരണം സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത കൊണ്ട് അവരുടെ ഹൃദയം അതുമാതിരി. ലൂക്ക 21:34. അപ്പോൾ ഫുള്ളി അവർ എന്തിലൊക്കെയാണ്? സുഖലോലുപ. അതിനുള്ള പൈസ, മദ്യത്തിനുള്ള പൈസ ഉണ്ടാക്കാൻ രാവും പകലും ഞായറാഴ്ചയും എല്ലാത്തിലും ഓട്ടി നടന്ന്. അപ്പോൾ ദൈവം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പുറത്തുനിന്നാണ് കൊട്ടുന്നത്. അവിടെ വേറൊക്കെ നോക്കിയാൽ എത്ര സഭകളുണ്ട്, ഇവിടെ നോക്കിയാൽ പുറത്തുനിന്നാണ് കൊട്ടുന്നത്. എന്നാൽ ഇവർക്കുള്ള ഓഫർ നോക്കിയാൽ അകത്ത് വന്നിരുന്ന് ഭക്ഷിക്കാമെന്ന്. അതായത് അതാണ് ദൈവത്തിൻ്റെ ഹ്യൂമിലിറ്റി. നോക്കിയാൽ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുമാതിരി തോന്നിയാസം കാണിക്കുന്നവൻ അവനൊന്ന് വാതിൽ തുറന്ന് ഞാൻ അവൻ്റെ കൂടി ഇരുന്ന് ഭക്ഷിക്കാമെന്ന്. അതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഐ ആം റിച്ച്. ഹോസിയ 2:8 വായിക്കും. അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും കൊടുത്തതും അവർ ബാലിന് അർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും കൊണ്ട് അവളെ സമ്പന്നയാക്കിയതും ഞാനാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഈ ദൈവമാണ് ഈ സമ്പന്നത കൊടുത്തതെന്ന്. സമ്പന്നത അതിനാൽ തന്നെ തിന്മയല്ല, ദൈവമാണ് കൊടുത്തതെന്നാണ് ഇവര് മറക്കുന്നത്. അതുപോലെയാണ് ജെറമിയ 9:23-24. കർത്താവ് അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തന്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കാരുണ്യവും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന്
ആണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഓസിയ 12:8-9, ലൂക്ക 12:16-21 വരെ, 1 തിമോത്തി 6:6-10 വരെ. ഇവരുടെ ഈ ഡിസെപ്റ്റീവ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് ഈ പറയാം. ഈ ഐ ആം റിച്ച് എന്ന് പറയുന്നതിൻ്റെ എന്തിനാണ് യഥാർത്ഥ അവസ്ഥ? ഡിസെപ്റ്റീവ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ഇനി ഇതൊന്നുമില്ലാത്തവർ ഇങ്ങനെ സെൽഫ് ഗ്ലോറി അടിച്ചിങ്ങനെ നടക്കും. അതിലവർ റിച്ചാണ്, അതായത് കൃപയിലൊന്നുമല്ല, അവരിങ്ങനെ പറഞ്ഞു നടക്കണ കണ്ടു കഴിഞ്ഞാൽ അവരത്ര കൃപ ആർക്കും ഇല്ല എന്ന് തോന്നിപ്പോൾ. പക്ഷെ ശരിക്കും കൃപയുള്ളവരെന്താ പറയാന്ന് അറിയട്ടെ? പൗലോസ്ലീഹ പറഞ്ഞു, ഞാനാണ്. ഇതാണ് തിരിച്ചറിയാനുള്ളത്. ഈ ആളിൽ കൃപയാണ്. അല്ലാണ്ട് എല്ലായിടത്തും കയറി ഞാൻ പാപിയാന്ന് പറയുന്നതല്ല. ഈ ആൾ കൊണ്ട് നടക്കുന്ന ഒരു ഭാവമുണ്ട്. ഇത് ഐ ആം സിന്നർ, ഐ ആം വീക്ക്. എനിക്ക് കിട്ടിയിട്ടുള്ള നിധി മൺപാത്രത്തിലാണ്, അല്ലാണ്ട് ഗോൾഡൻ പാത്രത്തിലൊന്നല്ല. ഇതെപ്പോൾ വേണമെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടാം. ഞാൻ ആരേക്കാൾ അപ്പോൾ ഈ നമുക്ക് ഈ ഡിസെപ്റ്റീവ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് പൈസയുടെ തലത്തിലല്ല, മറ്റു തലത്തിലാണെങ്കിലും ഈ ഡിസെപ്റ്റീവ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ. ഡ്യൂട്രോണമി 8:11-20 വരെയുള്ള വചനത്തിൽ ഈ പ്രോസ്പെറിറ്റി കൂടുമ്പോൾ ദൈവത്തെ മറക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയും നമുക്ക് പറഞ്ഞിട്ട് അടുത്തേക്ക് ഐ നീഡ് നത്തിങ്. ആദ്യം പറഞ്ഞ് നമ്മൾ ഐ ആം റിച്ച് എന്ന് പറഞ്ഞല്ലോ. ഈ ഐ നീഡ് നത്തിങ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി സ്പിരിറ്റ് മാറിയിട്ട് ഇൻഡിവിജ്വൽ സ്പിരിറ്റ് കയറുന്നതാണ്. അതായത് എക്ലേസിയൽ സെൻസ് മാറിയിട്ട് ഇൻഡിവിജ്വൽ ഐഡിയോളജിയിൽ നടക്കുക. ഇത് ഇപ്പോൾ നമുക്കൊരു കൂട്ടായ്മയുണ്ട്, സഭ നിൽക്കുന്നത് തന്നെ ഈ ഫാമിലിയുടെ ഇതിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ദൈവവചനത്തിനനുസരിച്ചല്ല, എൻ്റെ തോന്നലുകൾക്ക് അനുസരിച്ച് അനിഷ്ടം കാണിച്ച് നടക്കുക. ആ ദൈവിക കാര്യത്തിന് വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. അപ്പോൾ ദൈവികമായിട്ട് ഒരാൾ പ്രാർത്ഥിക്കാൻ പോകുന്നതും ഉപവസിക്കുന്നതല്ല ഇവിടെ വിഷയം. ഒരു തരം ധാർഷ്ട്യം, അതായത് ഒരു തരം ഇൻഡിപെൻഡൻസ് ഫ്രം ഗോഡ് ആണ്. പ്രോവേർബ്സ് 30:8-9 വരെ. അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുത്. ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. ഞാൻ സമൃദ്ധിയിൽ അങ്ങേ അവഗണിക്കുകയും കർത്താവ് ആരെ എന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. ഇതാണ് പ്രോഡിഗൽ സണ്ണിന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ അപ്പൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ വാണ്ട് ടു ഡിസ്റ്റൻസ് ചെയ്യാനുള്ള ഒരു പ്രവണത. ഈ വേറെ തിന്മ നിറഞ്ഞ ആൾക്കാരോട് കൂടുന്നതിനെ കുറിച്ചല്ല കേട്ടോ ഈ പറയുന്നത്. അല്ലാതെ ദൈവികമായ ഒരു സംവിധാനം ഉണ്ട് നമുക്ക്. അപ്പോൾ അതിലാണ് ആ ട്രിനിറ്റി ഫാമിലി ഇത് സ്പിരിറ്റിൽ നിന്ന് മാറി ഒരു വഴി. ഓക്കെ, അടുത്തത് നമുക്കുള്ളത് നോട്ട് നോയിങ്. അതിനകത്ത് തന്നെ അതായത് ആ ലൗകിക സഭയിൽ ഉള്ളവർക്ക് അവരുടെ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് അവർക്ക് അറിയില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞത്. ഈ ബ്ലൈൻഡ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്, ഈ ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നേക്കഡ്നെസ്സിനെ കുറിച്ച് അറിയില്ല. ഈ നേക്കഡ്നെസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഓഫ് ഡിസൊബീഡിയൻസ് ആണ്. അതായത് ഉൽപ്പത്തി 3:7 പറയുന്നത് നേക്കഡ്നെസ് ഈസ് എ സിമ്പിൾ ഓഫ് ഡിസൊബീഡിയൻസ്, വൈറ്റോ റൈറ്റസ്നെസ്സിൻ്റെയും പ്യൂരിറ്റിയുടെയും ആണ്. ഇനിയിപ്പോൾ നമുക്ക് ആ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ്സിൻ്റെ കാര്യം നോക്കാം. ജോബ് 5:14. പകൽ സമയത്ത് അവരെ ഇരുൾ മൂടുന്നു, മധ്യാഹ്നത്തിൽ രാത്രിയിൽ എന്ന പോലെ അവർ തപ്പിത്തടയുന്നു. തപ്പിത്തടയാണ്. പകലാണ്, എല്ലാവർക്കും കാണാം, പക്ഷെ ഇവർക്ക് ഒന്നും കാണില്ല. മിക്ക 3:3-5 വരെ. മിക്ക 3:3-5 വരെ. നിങ്ങൾ എന്റെ ജനത്തിന്റെ മാംസം ഭക്ഷിക്കുന്നു, തൊലി ഉരിഞ്ഞെടുക്കുന്നു, അവരുടെ അസ്ഥികൾ തളർന്നു. ചട്ടിയിലെ ഇറച്ചിയും കുട്ടകത്തിലെ മാംസവും പോലെ അവരെ മുറുക്കുകയും ചെയ്യുന്നു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും, അവിടുന്ന് മറുപടി നൽകുകയില്ല. അവരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തം അവിടുന്ന് അവരിൽ നിന്ന് മുഖം മറച്ചു കളയും.
എന്റെ ജനത്തെ വഴിതെറ്റിക്കുകയും ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ സമാധാനമെന്ന് പ്രഘോഷിക്കുകയും ഭക്ഷണം കൊടുക്കാത്തവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് കർത്താവ് അരുളിച്ചെയ്യുന്നു. ജ്ഞാനം 2:21. അവർ ഇങ്ങനെ ചിന്തിച്ചു, എന്നാൽ അവർക്ക് തെറ്റുപറ്റി. ദുഷ്ടത അവരെ അന്ധരാക്കി. ദുഷ്ടത അവരെ അന്ധരാക്കി. റോമ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. എഫേഷ്യൻസ് 4:17-18. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. 2 കൊരിന്തോസ് 4:4. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമാവില്ല. അതായത് ഫുള്ളി ബ്ലൈൻഡ് ആയിരിക്കും. എന്നാൽ അവർ വളരെ റിച്ചാണ്. നമുക്കൊത്തിരി കാര്യങ്ങൾ ചെയ്തു തരും അവർ. എത്രയോ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളുണ്ടല്ലോ, പല കമ്മിറ്റിയുടെ അംഗങ്ങളുണ്ട്. എത്ര കേപ്പബിൾ ആയിട്ടുള്ളവർ, പക്ഷെ എത്ര ബ്ലൈൻഡ് ആയിട്ടുള്ളവരാണെന്നുള്ളത് നമുക്ക് കാലമാണ് തെളിയിച്ചു തരുന്നത്. അതെ, ഒത്തിരി ആക്റ്റീവായിട്ടുള്ളവരും ഒത്തിരി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, അവർ അതിനാൽ തന്നെ നല്ല ആൾക്കാരും ആയിരിക്കും. പക്ഷെ അവരുടെ സ്പിരിറ്റ് എവിടെയാണെന്ന് ആരും അറിയുന്നില്ല. വേർ ഈസ് ദർ സ്പിരിറ്റ്? ഈസ് ഇറ്റ് ഇൻ ഡാർക്ക്നെസ്. അത് കഴിഞ്ഞ് ഒരു ദിവസമാണ് നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ട് കാണുന്നത്. ഇത്ര നല്ല മനുഷ്യനോ എന്ന് ചോദിച്ചു പോകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. അറിയില്ല, ആർക്കും മനസ്സിലാവില്ല. ഇപ്പം ഒരു തല്ലിപ്പൊളിയായിട്ട് നടക്കണമെങ്കിൽ തിരിച്ചറിയും. പക്ഷെ വിശുദ്ധനായി നടന്നിട്ട് പക്ഷെ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ് ആണ് അവരെ കൊണ്ട് നടക്കണമെങ്കിൽ വെരി വെരി ടഫ്. അവരാണ് ഇതിലേക്ക് സ്ലിപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്റ്റക്കപ്പ് ആവുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്തിരുന്നില്ലേ, എന്തുകൊണ്ട് നമ്മൾ സ്റ്റക്കപ്പ് ആവുന്നു. അത് നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്നവർ ഒരു ലൈൻ കഴിഞ്ഞിട്ട് കയറി പോവാത്തത് സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അതായത് അവിടെ നമ്മളെ നിർത്തുകയാണ്. അതിന് കാരണമുണ്ട് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസുകൾ. പക്ഷെ 3-fold സ്റ്റെപ്സ് ദൈവം തന്നിട്ടുണ്ട് ഈ സഭയ്ക്ക് തിരിച്ചു വരാനും. അതായത് ഒത്തിരി ആഗ്രഹിക്കുന്നവർ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ടും കടന്നു പോരും. നമ്മൾ പറഞ്ഞ ഒരു കാരണം റോമ 1:21 കാരണം ഇവർ അന്ധകാരത്തിലേക്ക് പോകാനുള്ള കാരണം എന്നിട്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്താത്തത് കൊണ്ടാണ്. അവർ ദൈവത്തെ മഹത്വപ്പെടുത്താത്തത് കൊണ്ട് തന്നെ അവർ ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നില്ല. സക്രിയ 6:13. ഇനി ദൈവത്തെ മഹത്വപ്പെടുത്തിയാലാണ് അവർ ശക്തരാകുക. റോമ 4:20. അപ്പോഴാണ് അവരെ പ്രകാശത്തിൽ അവർ ചരിക്കാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് ഒരു റിഫൈനിങ് ഉണ്ട്. ആ റിഫൈനിങ്ങിന് ഇനി നമ്മളിലേക്ക് നോക്കണം. നമ്മുടെ ഏതെങ്കിലും ഭാഗം റിഫൈൻഡ് ആയില്ലെങ്കിൽ അത് കറക്ഷന് സറണ്ടർ ചെയ്യണം. കറക്ഷന് സറണ്ടർ ചെയ്യുമ്പോഴാണ് ഈ ഏഷ്യ 1:25 പറയുന്ന ഞാൻ എന്റെ കരം നിനക്കെതിരായി ഉയർത്തും, ചൂളയിൽ എന്ന പോലെ ഒരുക്കി നിന്നെ ശുദ്ധി ചെയ്യും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. അതെ, ഈ വിലകെട്ട ലോഹം നമ്മളിൽ എവിടെയെങ്കിലും നമ്മൾ പറയില്ലേ, ചില സംഭവങ്ങൾ നമ്മൾ കാണില്ല. കുറേ കാലമായിട്ട് നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് കൊണ്ട് നടന്ന ചില ഐഡിയോളജി ആയിരിക്കാം, ചില കൺവിക്ഷൻസും ആയിരിക്കാം. ചിലപ്പോൾ അതിന് നല്ല ഗൈഡൻസും കിട്ടിയിട്ടുണ്ടാവും. ദൈവികമാകണമെന്നില്ല. നമ്മളെ സംബന്ധിക്കുന്ന ദൈവപദ്ധതി അല്ലാത്ത കൺവിക്ഷൻസ് നമ്മൾ കൊണ്ടു കിടക്കാം. അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. അപ്പം നമ്മൾ അവസാനിപ്പിക്കുന്ന ഒരു ഡൈനിങ്ങിലാണ് വരുന്നത്. ഇൻറ്റിമസി വിത്ത് ഗോഡ് എന്ന് വരുന്നില്ലേ, ഇവിടെ അതാണ്. ഇത് ഉപേക്ഷിച്ചു. ഇനി ഇത് 1:28. രണ്ടാമത് പറഞ്ഞ് വൈറ്റ് ഗാർമെൻറ്റ് വാങ്ങിക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് ആത്മാവിന് ദൈവം ഇങ്ങനെ വസ്ത്രം കൊടുക്കുന്നുണ്ട്, വൈറ്റ് ഗാർമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതായത് അത് വിശുദ്ധീകരണമാണ്. അതായത് ഈ
ഈ ഡാർക്ക്നെസ്സിനെ അതിജീവിക്കാൻ വിശുദ്ധിക്കാണ് സാധിക്കുള്ളൂ. ഏശയ 1:18. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നമ്മുടെ പാപങ്ങൾ കടും ചെറുപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ വെണ്മയുള്ളതായിട്ട് അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ഇത് സറണ്ടർ ചെയ്യുമ്പോൾ അത് മുഴുവൻ ക്ലീൻ ആവും. പിന്നെ ഓയിൻമെന്റ് ഫോർ ഐസ്, യോഹന്നാൻ 9:6-11 വരെ. പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി. ആ തുപ്പൽ കൊണ്ട് ചെടി ഉണ്ടാക്കി ആ. അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സ്ത്രീലോക അയക്കപ്പെട്ടവൻ എന്നർത്ഥം കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ. ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്ന പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി. സീലോകായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെ എന്നവർ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. നമുക്ക് യഥാർത്ഥ പ്രകാശം കിട്ടും.